13-ാം അധ്യായത്തിൽ പറഞ്ഞ സ്തോത്രം, ദൂതൻ വീണ്ടും പ്രത്യക്ഷനായി മനോഹയോട് വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആശീർവാദത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ ഒരു കോലാട്ടിൻ കുട്ടിയെ കൊണ്ടുവന്ന് സ്തോത്രം പാകം ചെയ്ത് കൊടുക്കാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ. ദൂതന്മാരിൽ ഇത്രയും വലിയൊരു ദൂതൊക്കെ പറഞ്ഞതല്ലേ കൊടുക്കാൻ പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളത് യഹോവയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ആട്ടിൻകുട്ടിയെ കൊന്ന് അവർ സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം അത് വായിക്കേണ്ട സമയമില്ല. ഹല്ലേലൂയ. അതിനെ ഹോമയാഗം കഴിക്കുന്നു, ഭോജനയാഗം. ആ കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് പാറമേൽ ദൈവത്തിന് യാഗമർപ്പിച്ചു. ദൈവം ഒരു അതിശയം പ്രവർത്തിച്ചു. അതിൽ നിന്ന് ഉയർന്ന തീ, അതിൻ്റെ അഗ്നിജ്വാലയിൽ ഈ ദൂതന്മാർ എടുക്കപ്പെട്ടു. കണ്ണിന് മുമ്പിൽ കാണുക, ഈ ദൂതന്മാർ ഈ അഗ്നിജ്വാലയോടൊപ്പം എടുക്കപ്പെടുന്ന ഒരു കാഴ്ച. ആ ദൂതൻ സ്തോത്രം, ആ ദൂതൻ എടുക്കപ്പെട്ടു. മനോഹ ഇത് കണ്ടിട്ട് ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ 22-23 വാക്യങ്ങളൊന്ന് വായിച്ച്. ദൈവത്തെ കണ്ടതുകൊണ്ട് മനോഹ പറയുകയാണ്, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ചില സമയത്തൊക്കെ ഈ ഭാര്യമാർക്ക് ഭയങ്കര വിവേകമാണ്. എപ്പോഴും അല്ല കേട്ടോ. അല്ലേ, മാനോഹ പുള്ളി പറഞ്ഞത്, ഇപ്പം നമ്മൾ ദൈവത്തെ കണ്ടു, നമ്മൾ ഇനി എന്തിനാ നമ്മളിപ്പോൾ ചത്തു. ചേട്ടോ, ചാവത്തൊന്നുമില്ലടോ. ചാവാനാണോ ദൈവം വന്നത്? ചാവാനാണോ ദൈവം വാഗ്ദത്തം തന്നെ? ചിന്തിക്കാനുള്ളൊരു കഴിവില്ലേ? ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് അങ്ങനെ വന്നെന്നിരിക്കും. സ്തോത്രം. എല്ലാം കേൾക്കരുത് കേട്ടോ. സ്തോത്രം. പരിജ്ഞാനത്തോടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇവിടെ പുള്ളിക്കാരത്തി പറയാം, ശാന്തമാകും, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാം, എന്താണ് സ്തോത്രം. നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ നമ്മെ അറിയിക്കുകയോ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ മച്ചിയാണെന്നും ഞാൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ലെന്നും പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്നും ആ കുഞ്ഞിനെ എങ്ങനെ സൂക്ഷിക്കണമെന്നും ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നും ഇതെല്ലാം പറഞ്ഞു തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പക്ഷേ അത്രയെങ്കിലും ഒന്ന് ചിന്തിക്കാൻ ചില സമയത്ത് എന്ത് ചെയ്യില്ല. ചില സമയത്ത് ഭർത്താക്കന്മാർക്ക് ബോധമില്ലാണ്ട് പോകും. സ്തോത്രം. അന്നേരം എന്ത് ചെയ്യും? സഹായത്തിന് വരുന്നത് ചിലരൊക്കെ ഊറിച്ചിരിക്കുക. സ്തോത്രം. സഹായത്തിന് വരുന്നത് ഭാര്യ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? അന്നേരം അങ്ങ് കേട്ടോണം. എല്ലാം കേൾക്കരുത്, കേൾക്കേണ്ടത് കേട്ടോണം. കേട്ടാലത് അനുഗ്രഹമാണ്. സ്തോത്രം.